ഇതാണ് കടലുണ്ടി. കടലുണ്ടി പുഴ. അപ്പൊ കടലല്ലേ? ഈ സൈഡ് പുഴ, ഒരു സൈഡ് കടലേ എന്തോ ആണ്. അങ്ങനെ എന്തോ കാണുന്നുണ്ടല്ലോ ഇവിടെ. കണ്ടോടത്തിയാ ഇത് പുഴ. ഇവർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് വന്നിങ്ങനെ ഒരു 10-16 കൊല്ലം മുമ്പ് അല്ലേ? ഏകദേശം അല്ല, 16 കൊല്ലം മുമ്പ് വന്ന സ്ഥലമാണല്ലേ. ഇവിടെ തിരിച്ചുകാണ്ട് ഇവിടെ നോക്കാൻ എന്താ ഭംഗിയാണല്ലേ ഇതിനുള്ളിൽ കൂടി. ആകെ ഇത്രയും ദൂരം ഓടിയ കടല വാങ്ങാനാണ്. ചാലിയം 4 കിലോമീറ്റർ. ചാലിയം 4 കിലോമീറ്റർ അവനിലെ പോണാ. ചാലിയം 4 അവിടെ ചോദിക്കല്ലേ. എന്താ ഭംഗി ഇവിടെ കാണാനല്ലേ. നല്ല വ്യൂ ഉള്ള പമ്പ്. ഈ പമ്പിന്റെ താഴെ മുഴുവൻ പുഴയാണല്ലേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ചാലിയം ബീച്ചിന്റെ തൊട്ടടുത്തുള്ളത്. ഇവിടെ ഈ പമ്പിനോട് ചേർന്നിട്ട് പമ്പിനോട് അങ്ങോട്ട് പമ്പ് ഒരു ഹൈറ്റിലാണ്, താഴെ എല്ലാം പുഴയാണ് കേട്ടോ. കണ്ടില്ലേ നല്ല മൊത്തം ഇവിടെ കണ്ടില്ലേ. ഇവിടെ ഒക്കെ തോണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ പമ്പിൽ വരെ വന്നപ്പോ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്താണ്. അപ്പോ ചാലിയം ബീച്ചിൽ ഒരു പമ്പ് കയറിയട്ടാ. നല്ല രസമായിട്ടുണ്ട് കാണാന്. ഓക്കെ, ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ചാലിയം ബീച്ചിലാണ്. ചാലിയം ബീച്ചിലാണ്. മുട്ടക്കപ്പ കാണാം. ഒരു സംഭവം തന്നെയല്ലേ ചാലിയം ബീച്ച്. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് നടന്ന് പോകണേ. ചാലിയം ബീച്ചിൻ്റെ വീടൊക്കെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഈ അസ്തമനൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ പോലീസുകാർ കണ്ടിട്ടുണ്ടാവില്ല അവിടെ തിരിച്ച്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. നല്ല രസമായിട്ടുണ്ട് കാണാൻ. വീഡിയോ ഒക്കെ എല്ലാവരും കാണട്ടെ. നല്ല കാണേണ്ട കാഴ്ച തന്നെ ഈ അസ്തമന സമയം ആയതുകൊണ്ട്. കാരണം നമ്മുടെ ചാലിയം ബീച്ച് എല്ലാവരും കണ്ടതാവും, പക്ഷേ ഈ സമയത്ത് കാണുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതി ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇല്ലാണോ? ശരിക്കും ആ ബോട്ട് മേലെ ലൈറ്റൊക്കെ നോക്കില്ലേ. അപ്പൊ ചാലിയം ബീച്ചിലാണ് നമ്മളുള്ളല്ലേ. ശരിക്കും ഇവിടെ നമ്മൾ വന്നിട്ടില്ല അല്ലേ? എന്തേലും പറയണ്ട. അസ്തമയം കാണാൻ ഓടണ. എന്തുകൊണ്ടാണ് എത്ര ഭംഗി മാളുവാ ഈ സമയം ആയതുകൊണ്ടാണ്. കുട്ടിമോനെ കാണാനില്ലോ. ആടുകൾ വരാൻ വന്നിട്ടാ. ഇല്ല മാളുവാ, ആടുകൾ വരെ പെരി കൊടുക്കിട്ടാ. എത്ര ജനങ്ങളാന്നേരം ഇവിടെ അല്ലേ. കുറച്ചൊന്നും ജനങ്ങളല്ല. അങ്ങനെ ബൈക്കുമ്പോൾ വന്നാൽ തൊട്ടടുത്തരെ വരെ നടക്കേണ്ട അവസ്ഥ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരികയാണെങ്കിൽ ഈ സമയത്ത് വരണം. വൈകുന്നേരം ഈ സമയത്ത് ഒരു 6-6:15 മണിക്ക് വരണം. അപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഭംഗിയെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ സൈഡിൽ ശരിക്കും ഇതാണ് ആളോ. ആ സൈഡിൽ മീൻ പിടുത്തം. ഇവിടെ കപ്പൽ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ. വലിയ ബോട്ടുകളൊക്കെ അല്ലേ. ഈ ബോട്ട് കയറുള്ള സ്ഥലമാണിത്. ഇതാ ഇവിടെ അക്കരന്ന് ഇക്കരക്ക് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ഇത്രയും തിരക്ക്. ഏതായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ചാലിയം ബീച്ച് കാണേണ്ട തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇല്ല. ഇപ്പോൾ അവിടെ നിന്ന് പോയി കറങ്ങി നോക്കിയിട്ട് ഇപ്പോൾ വരാണ്ടാവും. ഇത് ലാസ്റ്റാണല്ലേ നമ്മളെ ബോട്ട്. പിന്നെ കയറാൻ പറ്റില്ല. ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ നട്ടുച്ച നേരത്തും നല്ല വെയിലുള്ള സമയത്തൊന്നും വന്നിട്ട് കാര്യമില്ല.
ഇവിടെ നാടെന്ന് വെച്ചാൽ ഒരു ലോകം തന്നെയാണ്. കണ്ടമാന ആളാണ് ഇവിടെ നാട്ടിൽ. ഇതാണ്ടില്ലേ, ശരിക്കും നമ്മൾ ഇതുവരെ ബേപ്പൂര് ചാലിയം ബീച്ചിൽ ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ട് വരണം. ഇത്രയും മനോഹരമാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പേനെ വന്നിട്ടാണ്. അത് ഭയങ്കര നഷ്ടം തന്നെയാണ് വരാത്തവർക്ക്. പ്രത്യേകിച്ച് ഈ സമയത്ത് വരണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. നല്ല വെയിലത്ത് വന്നിട്ട് കാര്യമില്ല. ഇവിടെ അവനെ കണ്ടില്ല, അങ്ങോട്ട് കാണിക്കണം. ഇവിടെ എന്താ മുസ കാണാണ്ട് പറഞ്ഞ സംഭവം? വെള്ളം എന്താവുന്ന അതോ ശരിക്കും അവിടെ ഉണ്ടാവോ? അപ്പൊ ഇവിടെ എന്തോ ഒരു പുളിമുട്ട എന്തോ സാധനം തരാം, ഉണ്ടാ പോയോക്കെ. ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു പോവാണ്. പോയോക്കെ എന്തെങ്കിലും കാണിച്ചു തരാം. എന്താണ് ഈ പുളിമുട്ട്? സ്കൂട്ടി ഇവിടെ ഉണ്ട്. അത് എങ്ങനെയാണ്? എന്തേ കല്ലോ അങ്ങനെ എന്തേലും ആണോ? നിങ്ങള് ചാലിയം ബീച്ചിൽ വരുമ്പോ ഈ സമയത്ത് തന്നെ വരണം. അവിടെറ്റം പോകണം, ആ തിരക്കിലറ്റം പോകണം. ഈ കല്ല് കുറച്ച് ഈ ക്ലൈമറ്റും കൂടി ഇപ്പോഴത്തെ സമയം കൂടി ആകുമ്പോൾ വേറെ കോലത്തിൽ കാണുന്ന പറഞ്ഞത്. എങ്ങനെ നമ്മൾ പോയി നോക്കട്ടാ. നിങ്ങൾ വെള്ളക്കല്ല് കണ്ടില്ലെങ്കിൽ ചീത്ത പറയരുത്, കമന്റിലൂടെ ചീത്ത പറയരുത്. ആ വലിയ പാറക്കല്ലിന്റെ മേലെ ഇങ്ങനെ വൈറ്റ് മാതിരി വരുന്നത്. അത് എവിടെയാണ് സംഭവം? എന്നാ പോയി നോക്കാം നമ്മളല്ലേ. ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കണം. അപ്പൊ ഞാൻ ഉള്ളു കൂടി ചാടിയതാട്ടാ. അല്ല, ഞാൻ എല്ലാരും കാണുന്നുണ്ട്. കുട്ടികളെ കൊടുക്കാനുണ്ട്. തിരക്കെന്ന് വെച്ചാൽ ഒന്നൊന്നര തിരക്കാനല്ല നമ്മളോ. ഇവിടെ ഒരു എന്ത് വാങ്ങാൻ ഇവിടെ ഈ പൊരിക്കടികളൊക്കെ ഉള്ള എനിക്ക് പറ്റൂല. എനിക്ക് മാങ്ങയും പൈനാപ്പിളൊക്കെ അല്ലേ വേണ്ടത്. ആന്നില്ലല്ലോ ഇവിടെ. ഇതൊക്കെ ഇപ്പൊ ഇരുട്ടാ വന്നിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പൊ ഇരുട്ടായ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റൂല. ആളോ ഇതാ രസല്ലേ. എനിക്ക് ആദ്യം അറിയാൻ ഇവിടെ ഇത്രയും ഭംഗിയുണ്ടെന്ന്. ഇവിടല ഏതായാലും വന്ന് ഇപ്പോഴാണ് മുതലായതില്ലേ, ശരിക്കും മുതലായത്. അങ്ങോട്ട് അവിടെ ടൈറ്റ് കൂടുകയുള്ള അവിടെ പാലാണ്. ഒന്നിനെ പിടിച്ച കൂട്ടൊന്നും അറിയില്ല. അവിടെ പാലാണ് തോന്നില്ലേ. അവിടെ നിന്നാണ്ടേ ശരി ഒന്നൊന്നര തിരക്ക് തന്നെ കേട്ടോ. ഭയങ്കര തിരക്കാണ്. ചാലിയം ബീച്ചില് ആ കടലേക്കുള്ള പാലമാണ്. ആ റോഡിൻ്റെ സ്ഥലങ്ങളിൽ പാലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ കാണുന്നത്. അല്ല പാലം പോലെ എങ്ങനെ റോഡ് ഉണ്ടാക്കിയതാണ്. കുറച്ച് കടലിലേക്ക് പാലല്ല, കടലിലേക്ക് കുറച്ചിങ്ങനെ റോഡ് ഉണ്ടാക്കൂല, അങ്ങനെ റോഡ് ഉണ്ടാക്കി. അത് നിങ്ങൾ മനസ്സിലാക്കാം. എനിക്ക് എത്ര അറിയുള്ളൂ, ബാക്കി മാള് പറയും. ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചാലിയം ബീച്ച് ശരിക്കും പൊളിയാണ് കേട്ടോ. ചാലിയം ബീച്ച് പൊളിയാണ്, പൊളിയാണ്.
ശരിക്കും ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാലല്ല ആ കടലിലേക്ക് ഉണ്ടാക്കിയ ആ റോഡിൻ്റെ മേലെ ഏകദേശം ഇങ്ങനെ മേലെ കൂടി പോകുന്നത്. ഈ സൈഡ് കടലാണ്, അങ്ങോട്ടും കടലാണ്. സമയം ഇരുട്ടായി വരുന്നില്ല. ഓക്കേസ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ബീച്ചിൽ, അതായത് ചാലിയം ബീച്ചിൽ ഈ കടലിൻ്റെ ഉള്ളിലോട്ടുണ്ടാക്കിയ ആ റോഡിൻ്റെ മേലെ ഉള്ളത് ഇത് കണ്ടില്ലേ. ഇത് രണ്ട് സൈഡിലും കടലാണ്. നല്ല മനോഹരമായിട്ട് കാണുന്നത്. കാരണം ഈ സമയം അസ്തമയ സമയമായതുകൊണ്ട് വളരെ ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ആ റോഡിൽ കൂടെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിൽ കൂടെ നമ്മളിങ്ങനെ പോകട്ടോ. ഇറങ്ങുന്നുണ്ടോ? ചെരുപ്പ് പൊട്ടിയ മാളിൻ്റെ ചെരുപ്പ് പൊട്ടി കുറേ ദിവസമായി തുന്നാൻ പറിച്ചിട്ടുണ്ടെങ്കിൽ പണി പാളി. ഇനി ഇവിടെ നിന്നാണ് നടക്കാനുള്ളതാണ്. വണ്ടി കുറേ ദൂരമാണ് അല്ലേ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കോട്ടൊക്കെ പോയിട്ട് നമ്മൾ തുന്നിയിരുന്നല്ലോ. നല്ല തിരക്ക് ഉണ്ട് ടൈപ്പ്. നമ്മൾ കണ്ടില്ലേ കടലിൻ്റെ സെൻറ്ററിലാണ് നമ്മളുടെ രണ്ട് സൈഡും കടലാണ്. ആ റോട്ടിലാണുള്ളത്. നല്ല വൈകിട്ട് അങ്ങോട്ട് പോയി ഡേറ്റ് മാറേണ്ടത്. അപ്പോൾ ഗായ്സ് 31 സബ്സ്ക്രൈബ് ഒരേപോലെ 31 ഓക്കെ. അൽഹംദുലില്ലാ. ആരും ഇറങ്ങാക്കുന്ന പോലീസിൻ്റെ. അപ്പോൾ ചാലിയം ബീച്ചിൽ വരുമ്പോൾ ഈ അസ്തമന സമയത്ത് വരണം. ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ, വൈൻഡപ്പ് ചെയ്യണേ, കാരണം ഇരുട്ടായി വരികയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെ ആയിപ്പോയി നമ്മുടെ ഇവിടെ ചാലിയം ബീച്ച് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയണേ, ഈ സമയം അതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും വരണട്ടാ. കാരണം ഇവിടെ ഭയങ്കര സൗണ്ടാണ്, തര അടിക്കുന്ന സൗണ്ടൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയുമായി